എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബബിത തൻ്റെ ബോയ്ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ബബിതയോട് പറയുന്നു, നമ്മുടെ ഈ പാലക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്, ഒരേ മണിക്കൂറിൽ എത്തിച്ചേരാവുന്ന 3 പിക്നിക് സ്പോട്ടുകളാണ് നമുക്കുള്ളത്. ഇത് കേൾക്കുന്ന ബബിത ഇലവീഴ പൂഞ്ചിറ, നെല്ലിക്കൽ കല്ല്, വാഗൺ മെഡോസ്. ഇത് കേൾക്കുന്ന അയാൾ, അപ്പോൾ എല്ലാം അറിയാഞ്ഞിട്ടല്ല. ഇതിന് മറുപടിയായി ബബിത, അമൽ നീ ഒന്ന് ക്ഷമിക്കുക. അയാൾ തുടരുകയാണ്, ഇവിടെ ആകുമ്പോൾ എല്ലാവരുടെയും നോട്ടവും പറച്ചിലും ഒക്കെ ആയിരിക്കും. 1/2 മിനിറ്റ് പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പ്രൈവസിയും കിട്ടും. ഇത് കേട്ട ശേഷം ബബിത, അമൽ നീ പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷേ ഈ സമയത്താണ് ബബിത അലീന അവിടെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീന തൻ്റെ സംഭാഷണങ്ങളെല്ലാം കേട്ടോ എന്നുള്ള പേടിയിലാണിപ്പോൾ ബബിത. ഇക്കാര്യം അമലിനോട് പറയുന്നതുകൊണ്ട് ഇവിടുത്തെ സെർവൻറ്റ് ഞാൻ സംസാരിച്ചതൊക്കെ കേട്ടോ എന്നറിയില്ല, എന്തായാലും ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും രേവതിക്കുട്ടിയും ചേർന്ന് ഷെറിൻ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ എടുത്തത് പക്ഷേ ഷെറിൻ ചേച്ചിയുടെ ആങ്ങളെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഷെറിന് ഫോൺ കൊടുക്കാതെ മനഃപൂർവ്വം കോൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അയാൾ ഫോൺ വെക്കുന്നു. അതിനുശേഷം ഗ്രേസി ആൻറ്റിയുടെ രേവതി പറയുന്നു, കട്ടാക്കി കളഞ്ഞു ആ ദുഷ്ടൻ. ഗ്രേസി ആൻറ്റി അവളോടായി, നിന്റെ സ്വരം അവർക്ക് പിടികിട്ടി കാണും, മാത്രമല്ല നിന്റെ ഈ ഡിക്റ്റേറ്റീവ് ബുദ്ധിയൊന്നും അവിടെ ചിലവാകില്ല മോളെന്ന് മാമച്ചൻ. പക്ഷേ എങ്കിൽ ഞാനത് ചിലവാക്കി തന്നെ കാണിക്കുമെന്ന് രേവതിക്ക് വാശിയായി. എന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് മാമച്ചനും രേവതിയും ബെറ്റ് വെക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഷെറിൻ ചേച്ചിയോ അല്ലെങ്കിൽ ആൻസ് ചേച്ചിയോ വിളിച്ച് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ വെറുതെ വിളിച്ച് സംസാരിച്ചാലൊന്നും പോരാ. ഷെറിൻ എങ്ങനെയാണ് മനോരോഗിയായത്, ഷെറിൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി തിരക്കണമെന്ന് മാമച്ചൻ പറയുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് തരുമെന്നാണ് രേവതി ചോദിക്കുന്നത്. അതിനുള്ള സമ്മാനമായി നിനക്ക് ജോസൂട്ടി കെട്ടിച്ചേരാമെന്ന് മാമച്ചൻ പറയുമ്പോൾ ദേഷ്യത്തോടെ, എനിക്ക് ജോസൂട്ടിയും വേണ്ട മമ്മൂട്ടിയും വേണ്ടെന്നാണ് രേവതി പറയുന്നത്. അതിനു പകരം എന്നെ പഠിപ്പിക്കാവോ, ഡിഗ്രിക്കെന്നാണ് രേവതിയുടെ ആവശ്യം. അന്നും പറഞ്ഞ് എന്നെ കോളേജിലൊന്നും വിടണ്ട, ഞാൻ ഈ വീട്ടിൽ തന്നെ പഠിച്ചോളാം. ഏത് വീട്ടിലെന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ, ഇത് എൻ്റെയും കൂടെ വീടല്ലേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചോളാം. അങ്ങനെ അവർ രേവതിയെ പഠിപ്പിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. മാമച്ചൻ രേവതിയുടെ ഒന്ന് ചോദിക്കുന്നുണ്ട്, അഥവാ നീ തോറ്റുപോയാലോ? ഞാൻ അങ്ങനൊന്നും തോറ്റുപോകില്ല, ഞാൻ വളരെ നന്നായി പഠിക്കുമെന്ന് രേവതി അവകാശപ്പെടുമ്പോൾ, അതല്ല ഈ ബെറ്റിൽ നീ തോറ്റുപോയാലോ എന്നാണ് മാമച്ചൻ ചോദിക്കുന്നത്. അങ്ങനെ രേവതിയെ കളിയാക്കിക്കൊണ്ട് മാമച്ചൻ, തോറ്റു കഴിഞ്ഞാൽ നിന്നെ ജോസൂട്ടിയെ കൊണ്ട് കെട്ടിക്കും. ഇത് കേൾക്കുന്ന രേവതി ദേഷ്യത്തോടെ, ഇതെന്നാ ബെറ്റാ, ഇത് എവിടുത്തെ ന്യായമാ? ഇത് കേട്ടിട്ട് രേവതി ഗ്രേസി ആൻറ്റിയോടെ പരാതി പറയുന്നുണ്ട്, ആൻറ്റി ഇത് എന്നാ ബെറ്റാ ഇത്? ഇത് കേൾക്കുന്ന ഗ്രേസി ആൻറ്റി, എന്താ നിനക്ക് നല്ല ധൈര്യമില്ലേ? ഷെറിൻ ചേച്ചിയുമായി ഫോണിൽ സംസാരിക്കുന്നുള്ള കാര്യത്തിൽ നിനക്ക് വല്ല സംശയമുണ്ടോ? കുറച്ചു നേരം ആയ ശേഷം രേവതി ആ കാര്യത്തിൽ സമ്മതിക്കുന്നു. അങ്ങനെ അവർ ബെറ്റ് വയ്ക്കുന്നു. എന്തായാലും നിന്റെ പ്ലാൻ എന്താണെന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുന്നു. നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളോടും കൂടി പറയാൻ ആവശ്യപ്പെടുന്നു. നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് വേഗം പറയാനായി രേവതിയോട് ആവശ്യപ്പെടുകയാണ്. അതായത് നമ്മുടെ ജോമോൻ ചേട്ടൻ്റെ കുഞ്ഞിനെ രേവതിക്ക് പ്രസവിക്കണമെന്നും കല്യാണമൊന്നും വേണ്ടാന്നും ആവശ്യപ്പെട്ട് കാണുമായിരിക്കും. നീ പറയുന്നതൊന്നും ശരിയായിരിക്കത്തില്ല, അവരൊന്നും അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കില്ലെന്ന് മാമച്ചന് ഉറപ്പ് പറയുമ്പോൾ, അത് ചിലപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചെങ്കിലോ? ഇത് കേൾക്കുന്ന മാമച്ചൻ, അവർക്ക് കാണാൻ പാടില്ലേ വയറൊക്കെ വലുതായിട്ട് വരുന്നത്, അത് ശരിയല്ലേ എന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുന്നു. ഇതിന് മറുപടിയായി രേവതി, അതിന് ഷെറിൻ ചേച്ചി ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? ഒരു 5-6 മാസത്തേന് ആരെ അറിയിക്കാതിരിക്കാനൊക്കെ പറ്റില്ലേ? ഈ ബെൽറ്റൊക്കെ ഇട്ട് വയറ് വലിച്ച് മുറുക്കി കെട്ടി മാസത്തിൽ 1 തവണ വല്ലതും വീട്ടിലേക്ക് പോയാൽ മതിയായിരിക്കുമല്ലോ. പഠിക്കാനുണ്ടെന്നോ കമ്പൈൻ സ്റ്റഡി ആണെന്നോ അങ്ങനെയൊക്കെ പറയാമല്ലോ. നീ ഇപ്പം പറയുന്നത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞെന്തായിരിക്കും സംഭവിച്ചതെന്ന് ഗ്രേസി ആൻറ്റി. ഇപ്പോൾ ഷെറിൻ ചേച്ചിക്ക് 7 മാസമായി തന്നെ ഇരിക്കട്ടെ, അബോഷന് പോയാൽ വലിയ റിസ്ക്കാണ്. രേവതി ഈ പറഞ്ഞതും വാ പൊളിച്ച് നിൽക്കുകയാണ് ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും. ഗ്രേസി ആൻറ്റി എന്നിട്ട് രേവതിയോടെ ചോദിക്കുന്നു, ഇവക്കതിന് ഇതൊക്കെ എങ്ങനെ അറിയാം? ഇവളൊരു കൊച്ചു കുട്ടിയല്ലേ. അതിന് ഞാനിതൊക്കെ ഫോണിൽ നോക്കിയാണ് മനസ്സിലാക്കിയതെന്നാണ് രേവതി പറയുന്നത്. ഞാൻ സത്യം പറയുന്നേ, ഞാൻ ഫോണിൽ ഗൂഗിൾ ചെയ്ത് നോക്കി, അതിലുണ്ട് 7 മാസമൊക്കെ കഴിഞ്ഞാൽ അബോഷൻ ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ ഫോണൊക്കെ പിന്നെ എന്നാത്തിനാ? ഇത് കേട്ട് ഒരു ഞെട്ടലോടെ ഗ്രേസി ആൻറ്റി മാമച്ചനോടെ പറയുന്നു, മാമച്ചായ ഇവളെ സൂക്ഷിച്ചോട്ടോ, ഇവള് നമ്മുടെ ഗൂഗിളിൽ പിടിച്ച് വിറ്റ് കാശാക്കും. അതിനുശേഷം ഷെറിൻ ചേച്ചി ചിലപ്പോൾ പ്രസവിച്ചു കാണുമെന്ന് രേവതി പറയുമ്പോൾ, അത് പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയില്ലേ? അതിന് ഷെറിൻ ചേച്ചിയെ കന്യാകുമാരിയിലൊരു വീടെടുത്തായിരുന്നല്ലോ താമസിപ്പിച്ചിരുന്നത്. പ്രസവവും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു കാണും. അതിനിപ്പോൾ കൂട്ടായിട്ട് അമ്മയോ ചേച്ചിയോ അല്ലെങ്കിൽ ആങ്ങളയുടെ വൈഫോ അവരാരെങ്കിലും കൂട്ടിന് പോയിട്ടുണ്ടാവും. അല്ല കന്യാകുമാരിയിലോ എന്ന് ഗ്രേസി ആൻറ്റി എടുത്ത് ചോദിക്കുമ്പോൾ, അത് എൻ്റെ ഒരു ഇമാജിനേഷനാണ്, അതിപ്പോൾ അവിടെ ആവണമെന്ന് തന്നെയില്ല, ചിലപ്പം കോയമ്പത്തൂരോ മറ്റെവിടെയെങ്കിലോ എന്തായാലും സംഭവം നടന്നു. ആ ശരി, എന്നിട്ട് എന്തായിന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുമ്പോൾ, മാസങ്ങളോളം അങ്ങനെ വീട് വിട്ടൊന്നും താമസിക്കാൻ പറ്റില്ലല്ലോ, ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഓരോന്ന് ചോദിക്കില്ലേ, അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. കുഞ്ഞിനെയാണെങ്കിൽ കൊണ്ടുവരാനും പറ്റത്തില്ല. അവരങ്ങനെ ആ കുഞ്ഞിനെ ഏതോ ഒരു സ്ഥലത്ത്, ചിലപ്പോൾ അത് ഓർഫനേജ് ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും വളർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും.
അങ്ങനെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് ഷെറിൻ തിരിച്ച് വീട്ടിലേക്കെത്തി. എങ്ങനെയുണ്ട് ഇതുവരെയെന്ന് രേവതി മാമച്ചനോടെ ചോദിക്കുന്നു. ഇതുവരെയൊക്കെയാണ്, ബാക്കി എന്തായിരിക്കും? കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാനായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാമെന്ന് രേവതി അവരോട്. ഈ സമയം ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനെ പരിചരിക്കാനായിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും പ്രയാസം ബാലനുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്നാണ് ബാലന്റെ മറുപടി. ഇവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് നല്ല സുഖമുണ്ടെന്നും അയാൾ പറയുന്നു. വീട്ടിലെക്കാട്ടിലും സുഖമാണെന്നാണ് ഡോക്ടറിന്റെ സംശയം. അതിന് മറുപടിയായി ബാലൻ, വളരെ വളരെ, ഇവിടെയാകുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, ആരും അലട്ടാനും വരുന്നില്ല, വളരെ സുഖമെന്ന് ബാലൻ. അപ്പോൾ ഇവിടെ നിന്നൊന്നും പോകണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ബാലൻ ചിരിച്ചുകൊണ്ട്, രോഗം ചിലപ്പോൾ ഭാഗ്യമായി ചിലർക്ക് വരും. ഇത് കേൾക്കുന്ന ഡോക്ടർ, രോഗം ഒരു ഭാഗ്യമാണെന്ന് പറയുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബാലൻ തുടരുകയാണ്, വിരോധാഭാസം എന്ന് പറയുന്നതിനെ മരണം രക്ഷിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഡോക്ടർ പോകുന്നതിന് മുമ്പായി ബാലനോട് പറയുന്നു, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ടെൻഷൻ ഉണ്ടാക്കുന്ന യാതൊരുവിധ കാര്യങ്ങളും ആലോചിക്കണ്ട, അതാണ് തൻ്റെ പ്രശ്നമെന്ന് ബാലൻ പറയുമ്പോൾ, എന്തിനാണ് ടെൻഷനെന്ന് ഡോക്ടർ ചോദിക്കുന്നു. ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മളാരും പ്രോഗ്രാം ചെയ്യുന്ന പോലല്ല ഒന്നും നടക്കുന്നത്. വേറെ ആരോ എവിടെയോ ഇരുന്ന് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. വെറും 10 സെക്കൻഡ് നേരത്തേക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നിലച്ചു പോയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ബാലൻ, പക്ഷേ അത് നിലച്ചു പോയില്ലല്ലോ. ഇവിടെയായി ഡോക്ടർ, അവിടെയായിരുന്നു ഞാൻ പറഞ്ഞ ചാർട്ടേഡ് പ്രോഗ്രാം. നിലച്ചു പോകേണ്ടതായിരുന്നു, അത് നിലച്ചു പോകേണ്ടതായിരുന്നു. അപ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലെ സെർവൻറ്റ് ഓടി വരുന്നു, നിങ്ങൾക്ക് CPR തരുന്നു, ആംബുലൻസ് വിളിക്കുന്നു, ഇവിടേക്ക് എത്തിക്കുന്നു. നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം ഈ ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുമെന്ന്? മറുപടിയായി ബാലൻ, ഇല്ല, ഞാനൊന്ന് മരിച്ച് ജീവിച്ചെഴുന്നേറ്റാണൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ്. ശേഷം ഡോക്ടർ ബാലനോടായി, ബാലചന്ദ്രന് ആയുസ് ഒരുപാടുണ്ട്, പൂർണ്ണ ആരോഗ്യവാനായിട്ട് വേണം ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. എപ്പോഴും ഒരു കരുതൽ വേണം. നിഴൽ പോലൊരു ശത്രു കൂടെ തന്നെയുണ്ട്, അവന് നമ്മളെ അടിക്കാനായിട്ട് ആയുധം കൊടുക്കരുത്. ഹൃദ്രോഗമാണ് ആ ശത്രുവെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. നല്ല ചിന്ത കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട് മെരുക്കി ഇണക്കി വേണം നമ്മൾ അതിനെ നിർത്താൻ. കുറേ മെഡിസിനൊന്നും കഴിക്കുന്നതല്ല പ്രധാന സംഗതി, നമ്മളുടെ മൈൻഡ് സെറ്റാണെന്ന് പറയുമ്പോൾ മറുപടിയായി ബാലൻ, ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യാം ഡോക്ടർ. പക്ഷേ ഡോക്ടർ പറഞ്ഞതിൻ്റെ നേർവിപരീതമാണ് എൻ്റെ മാനസികാവസ്ഥ. നല്ല ചിന്ത വരുന്നില്ല, നല്ല വാക്കുകളും വരുന്നില്ല, പെരുമാറ്റം വരുന്നില്ല, എനിക്ക് എന്നെ തന്നെ അടക്കാൻ കഴിയുന്നില്ല. അത് എന്തു തന്നെയായാലും വിട്ടുകളയാനായിട്ട് ഡോക്ടർ ആവശ്യപ്പെടുന്നു. അതിനെ ഒന്നും തന്നെ നമ്മൾ മുറുകെ പിടിക്കണ്ട. ഈ സമയം രേവതിക്കുട്ടിയും അലീനയുമായി നടന്ന ഫോൺ സംഭാഷണങ്ങളാണ് ബാലൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത്. അതിനുശേഷം ബാലൻ, എനിക്ക് ശാന്തനാവണ്ട, മറിച്ച് എനിക്കൊരു ഭ്രാന്തനായാൽ മതി, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇത് കേട്ടുകൊണ്ട് ഡോക്ടർ, ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട, കുട്ടിക്കാലം മുതലുള്ള നല്ല കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. ആരും തന്നെ സന്തോഷമൊന്നും അല്ല ബാലേന്ദ്ര, എല്ലാവരും സ്ട്രെസ് അനുഭവിക്കുന്നവരാണെന്ന് ഡോക്ടർ. എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷ മാത്രമാണ് എല്ലാവർക്കും മിച്ചമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ശേഷം ഡോക്ടർ ICU വിട്ടുപോകുന്നു. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ നേരം വെളുത്തിയുടൻ തന്നെ അലീന മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രക്കാരൻ അവിടേക്ക് പത്രമിട്ടതും അതെടുത്ത് വെറുതെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നതും അങ്ങോട്ടേക്ക് വരുന്ന വൈജ അത് അലീനയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു. വൈജയുടെ ഈ പ്രവൃത്തി ചോദ്യം ചെയ്യണോളം അലീന നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, എന്താടി നീ നോക്കുന്നതെന്ന് ദേഷ്യത്തോടുകൂടി വൈജ. ഒരു മര്യാദയില്ലേന്ന് അലീന ചോദിക്കുമ്പോൾ, നിന്നോട് എന്ത് മര്യാദയാണ് ഞാൻ കാണിക്കേണ്ടതെന്നാണ് വൈജ തിരിച്ചു ചോദിക്കുന്നത്. ആ പേപ്പർ ഇങ്ങിത്താ, എന്തെങ്കിലും പറയാലോ. ഇതിന് മറുപടിയായി വൈജ, എനിക്ക് മനസ്സിലായിരുന്നു നിന്നോട് കെഞ്ചാൻ, ഞാൻ പൈസ കൊടുത്ത് വരുന്നതാണിത്. ശേഷം അലീന, കൊള്ളാം, എന്തായാലും നല്ല സംസ്കാരം നിങ്ങൾക്ക്. ഇത്രയും കേട്ടതും ദേഷ്യം വന്ന വൈജ, നീ എന്നെ സംസ്കാരമൊന്നും പഠിപ്പിക്കണ്ട, ഏതോ പെണ്ണ് പിഴച്ചു പ്രസവിച്ച് അനാഥാലയത്തിൽ ലഭിച്ച നിന്റെ സംസ്കാരമൊന്നും എനിക്ക് കേൾക്കണ്ട. കേട്ടതും അലീന, അപ്പോൾ പിഴച്ചു പ്രസവിക്കുന്നത് സംസ്കാരമില്ലായ്മയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? ഇത് കേട്ടതും വൈജ, നീ എന്നാ ഉദ്ദേശിച്ചാടി അങ്ങനെ പറഞ്ഞത്? ഞാൻ പലതും ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നാണ് അലീന പറയുന്നത്. എന്നാലും അതെന്താണെന്ന് പറയാൻ വൈജ ആവശ്യപ്പെടുന്നു. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, തന്നെത്താൻ ആലോചിച്ച് നോക്കിയാൽ മതിയെന്ന് അലീന പറയുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് മോർണിംഗ് വാക്കിന് വന്നിരിക്കുകയാണ് ഡോക്ടർ ഷമ്മ. ഡോക്ടറിനെ കണ്ടതും അലീന, ഡോക്ടർ റിങ്കു എന്തേ? ഇത് കേട്ടതും മറുപടിയായി ഡോക്ടർ, അവനെ ഇപ്പോൾ അങ്ങനെ ജോഗിങ്ങിനൊന്നും കൊണ്ടുവരില്ല, കാരണം ചില തെരുവ് നായകളുമായിട്ട് അവനൊരു കൂട്ടുകെട്ട്, അതത്ര ശരിയല്ല. ഇത് പറഞ്ഞതും ഉച്ചത്തിലുള്ള റിങ്കുവിൻ്റെ കൊര ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. അലീന അത് കേട്ടിട്ട് പറയുകയാണ്, നമ്മൾ അവൻ്റെ കാര്യം പറയുന്നതെന്ന് അവൻ അറിഞ്ഞെന്ന് തോന്നുന്നു, നീ കേട്ടില്ലേ? ഡോക്ടറെ കണ്ടതും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങുന്ന വൈജയെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ് ഡോക്ടർ ശർമ്മ. വൈജയുടെ അടുത്തേക്കായി വന്ന് ഡോക്ടർ പറയുന്നു, നിങ്ങൾ വളരെ ലക്കിയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന വൈജ, ഞാനൊരു ഭാഗ്യദോഷിയാണെന്ന് വൈജ. അലീനെ ചൂണ്ടിക്കാട്ടി ഡോക്ടർ, ഇവളെപ്പോലൊരു മിടുക്കിയായ സെർവന്റിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇപ്പോൾ വിഷയം മാറ്റാനായിട്ട് വൈജ, ഡോക്ടർ ഇന്ന് ഒപ്പിലുണ്ടാവോ? അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ബാലചന്ദ്രൻ്റെ ഡിസ്ചാർജ് എന്നത്തേക്കായിരിക്കുമെന്ന് അറിയാനായിട്ടാണ്. കേട്ടിട്ടും ശർമ്മ ഡോക്ടർ, ധൃതിയൊന്നും പിടിക്കണ്ട, മേനോൻ പിക്കപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, ഹൃദയത്തിൻ്റെ കാര്യമല്ലേ,
അപ്പോൾ വൈജ, അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ സമയം വീടിനകത്ത് കൃഷ്ണമോൾ ബബിതയെ കൂട്ടി വിളിക്കുകയാണ്. ചേച്ചി ചേച്ചി വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് അച്ഛനെ കാണാൻ. ഇപ്പോഴോ? ഞാനിപ്പം വരുന്നില്ലെന്ന് ബബിത മറുപടിയായി. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് കൃഷ്ണ പറയുമ്പോൾ ഞാൻ നാളെ പോകുന്നുള്ളൂ എന്ന് തറപ്പിച്ച് പറയുകയാണ് ബബിത. നിനക്ക് പോണെങ്കിൽ പോടി, എനിക്കിപ്പോൾ വരാനായിട്ട് മനസ്സില്ലെന്ന് ഉറച്ചു പറയുന്നു ബബിത. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന കൃഷ്ണമോൾ ഏത് നേരവും ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോ? എനിക്കറിയാം ഏതവനാന്ന്. എപ്പം നോക്കിയാലും ഒരു ചാറ്റിങ്. അച്ഛനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അച്ഛനെ കാണണ്ട, അവനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന ബബിത, നിനക്കിപ്പോൾ എന്തിന്റെ കേടാണ്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അലീന. അലീനയെ കണ്ടെന്ന് കൃഷ്ണമോൾ, ചേച്ചി എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നോ? അതിനെന്താ, ഞാൻ കൂടെ വരാം. പക്ഷേ അമ്മയെ ചോദിച്ച് അനുവാദമൊന്നും മേടിക്കണമെന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ വൈജയെ ഫോണിൽ വിളിക്കുന്നു. എന്നെ ഫോൺ ചെയ്ത് വൈജയുടെ കാര്യങ്ങൾ പറയുന്നു. അതിനിപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആരുണ്ടെന്നാണ് വൈജയുടെ ചോദ്യം. അലീനയുടെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവളെ കൂട്ടി ഇങ്ങോട്ടൊന്നും വരണ്ടെന്നാണ് വൈജ പറയുന്നത്. അതിപ്പോൾ എന്താ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലും ചോദിക്കുമ്പോൾ വൈജ ദേഷ്യത്തോടെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ പിന്നെ എങ്ങനെയാണ് വരേണ്ടതെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ നിനക്ക് ബബിതയുടെ കൂടെ വന്നോടെ എന്ന് വൈജ പറയുന്നു. ഞാൻ അവളോട് ചോദിച്ചതാണ്, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേണ്ട, ഞാനാണെങ്കിൽ മനുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം. ഇത് കേട്ടതും കൃഷ്ണ വൈജയോടെ ചോദിക്കുന്നു, അതിനിപ്പോൾ അലീന ചേച്ചി കൂടെ വന്നാൽ എന്താ? മനുവിൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് ഉറച്ച സ്വരത്തിൽ വൈജ. ഇത് കേട്ടതും കൃഷ്ണ, അമ്മ ഇപ്പം എന്തിനാ അലീന ചേച്ചിയെ പേടിക്കുന്നത്? മറുപടിയായി വൈജ, ഞാൻ അവളെ പേടിക്കാനോ? എൻ്റെ പട്ടിക്ക് പോലും അവളെ പേടിയില്ലല്ലോ. ഇടുന്നത് കൃഷ്ണ, എനിക്ക് മനസ്സിലായി. നിനക്ക് എന്താണ് മനസ്സിലായതെന്ന് വൈജ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. എന്നാൽ മനുവേട്ടനെ അയച്ചിരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫോൺ വെച്ച ശേഷം അലീനയോടെ കൃഷ്ണ പറയുന്നു, അലീന ചേച്ചി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അലീന, എനിക്കതറിയാമായിരുന്നു. കൃഷ്ണ അലീനയോടെ തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ കീരിയും പാമ്പുവാണോ? എന്നാൽ ഞാൻ പോവാൻ റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മനുവിനെയും കൂട്ടി കൃഷ്ണ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ കണ്ടതും വൈജ, എന്താ ഇത്ര വൈകിയത്? അങ്കിളിനെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് മനു ചോദിക്കുമ്പോൾ ബാലന് ആരെ കാണണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഇത് കേട്ടതും കൃഷ്ണ, എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ മനു, നീ ചെന്നൊന്ന് നഴ്സിനോട് പറ, അച്ഛൻ എവിടാ ഉള്ളതെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഐസിയുലാണുള്ളത്. അച്ഛന് സംസാരിക്കാൻ പറ്റുമെന്നാണ് കൃഷ്ണയുടെ സംശയം. മറുപടിയായി വൈജ, അച്ഛന് അത്ര വലിയ അറ്റാക്ക് ഒന്നും വന്നില്ല. എല്ലാവരും കൂടെ പെരുപ്പിച്ച് വെറുതെ വലുതാക്കിയതല്ലേ. വീട്ടിൽ വെച്ച് തലചുറ്റി വീണപ്പോൾ അവൾ വിചാരിച്ചു ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. ഉടനെ ആംബുലൻസ് വിളിക്കുന്നു, ഡോക്ടറിനെ വിളിക്കുന്നു, ആകെ ബഹളം. പിന്നെ ഹോസ്പിറ്റലുകാർക്ക് നല്ല കാശുള്ളൊരു ഇരയെ കിട്ടിയതല്ലേ, അവർ വെറുതെ വിടുവോ? അവരെ തപ്പോൾ തന്നെ വലിയ സംഭവമാക്കും. അങ്ങനെ നഴ്സ് അകത്തേക്ക് വന്ന് ബാലനോടായി പറയുന്നു, 2 വിസിറ്റേഴ്സ് ഉണ്ട്, അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻറ്റിനോട് ചോദിക്കാതെ ആരും അകത്തേക്ക് അനുവദിക്കരുതെന്ന്. ആരൊക്കെയാ വിസിറ്റേഴ്സ് എന്ന് നഴ്സിനോടായി ചോദിക്കുമ്പോൾ സാറിൻ്റെ വൈഫും മകളും ആണെന്നാണ് പറഞ്ഞത്. ബാലനങ്ങനെ നഴ്സിനോടായി പറയുന്നു, വൈഫിനെ ഞാൻ പിന്നെ കണ്ടോളാം, പോയി മോളെ കൂട്ടിക്കൊണ്ടുവരൂ. അങ്ങനെ മനുശങ്കർ വന്ന് കൃഷ്ണയോടായി പറയുന്നു, കൃഷ്ണമോള് വാ, അങ്കിള് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന വൈജ, ഓ അപ്പോൾ എന്നെ കാണാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. മറുപടിയായി മനു, ആൻ്റിയുടെ സമയമായിട്ടില്ല, ഇപ്പോൾ നീ വന്ന് പറഞ്ഞ് കൃഷ്ണയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.